19 നാടകങ്ങളുമായി എം ജി സർവകലാശാലയുടെ നാടകോത്സവത്തിന് എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് തുടക്കമായി. നിലമ്പൂരിന്റെ പെൺകരുത്ത് നിലമ്പൂർ ആയിഷ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. സമകാലിക പ്രസക്തിയുള്ള 5-ലധികം നാടകങ്ങളാണ് അരങ്ങിൽ അരങ്ങേറിയത്. സ്ത്രീകൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചു നിന്ന കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ പോയതിനെക്കുറിച്ച് വാചാലയായാണ് നിലമ്പൂർ ആയിഷ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. അഭിനയമെന്ന വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന അഭിനയ വിപ്ലവ പോരാട്ടത്തെക്കുറിച്ചും ആയിഷ ഓർത്തെടുത്തു. ഇന്ന് എനിക്ക് 90ാമത്തെ വയസ്സാണ്. ഈ വയസ്സിൽ നിങ്ങളോട് വന്ന് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? കല എന്ന് പറഞ്ഞാൽ അതും ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെത്തേഡാണത്. അത് നമ്മളെ പോറ്റി വളർത്തും. നമ്മളെ എല്ലാ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും ആ ഒരു കലാകാരിക്കും കലാകാരനും മനസ്സിൽ നിന്ന് പോകും. നമ്മൾ ഒരു കല അഭിനയിക്കുമ്പോൾ അതൊരാളെ അടിക്കേണ്ട വേഷാണെങ്കിൽ അത് നല്ലൊരു അടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അത് നല്ല സത്യസന്ധമായിട്ട് ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട് നമ്മൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും. വേദിയെ ആരവം കൊള്ളിച്ചുകൊണ്ട് പൈങ്കിളി സിനിമയുടെ അഭിനേതാക്കളും നാടകോത്സവത്തിനെത്തിയിരുന്നു. നാടക ചരിത്രമുള്ളവരാണ് തങ്ങളെന്നും നാടകോത്സവ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമെന്നും നടൻ സജിൻ ഗോപു പറഞ്ഞു. കലോത്സവമായ ദബ്കയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ നാടകത്തിൽ നിന്നാണ് സിനിമയിൽ വരുന്നത്. മിസ്റ്റർ ഡ്രാമ, അതുപോലെ തന്നെ തെരുവ് നാടകം, അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായതുകൊണ്ട്. ഇനിയും പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പലസ്തീന്റെ നൃത്തകലയാണ് ദബ്കെ. അതുകൊണ്ട് തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമുയർത്തിക്കാട്ടുന്ന നാടകകലയുടെ ഈ വേദിക്ക് എം ജി സർവകലാശാല യൂണിയൻ ഇട്ട പേര് ദബ്കെ എന്നാണ്. പലസ്തീൻ ജനതയോടുള്ള യൂണിയന്റെ ഐക്യദാർഢ്യം കൂടിയാണ് ഈ നാടകോത്സവം. വാളയാർ കേസ് പശ്ചാത്തലം പ്രമേയമാക്കി കൊച്ചിൻ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചാവു സാക്ഷ്യത്തോടെന്ന നാടകത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമായത്. മലയാളികളുടെ മനസ്സിൽ ഇന്നും നൊമ്പരമായി തുടരുന്ന ദാരുണ സംഭവം നാടകമായി അരങ്ങിലെത്തിയപ്പോൾ കാണികളുടെ കണ്ണു നിറഞ്ഞു. 2 ദിവസമായി നടത്തുന്ന നാടകോത്സവത്തിന് ഇന്ന് രാത്രിയോടെ തിരശീല വീഴും. ന്യൂസ് മലയാളം, കൊച്ചി.